തോട്ടുവക്കം KV കനാലിൽ തടസ്സം സൃഷ്ടിക്കുന്ന വസ്തുക്കൾ കനാലിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI വൈക്കം മണ്ഡലം സെക്രട്ടറി MD ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈക്കം തോട്ടുവക്കത്തെ KV കനാൽ നീരൊഴുക്ക് നിലച്ച് സമീപ പഞ്ചായത്തുകളിൽ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലാണ്. കരിയാറിന്റെ ഭാഗമായ വലിയാനപ്പുഴയിൽ നിന്നും വേമ്പനാട്ട് കായലിലേക്ക് വെള്ളമൊഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട കനാലാണ് ഈ കനാൽ. ഇവിടെ മഴക്കാലത്ത് കനാലിന്റെ ഓരത്ത് നിൽക്കുന്ന വൻ തണൽ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീണത് നീക്കം ചെയ്യാതെ വർഷങ്ങളായി അവിടെ തന്നെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിനു പുറമെ കഴിഞ്ഞ മാസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തോട്ടുവക്കത്തും പേരിൽ ചുവട്ടിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ മറിഞ്ഞു വീണ മരങ്ങളുടെ വൻ ശിഖരങ്ങൾ കായലിലേക്കുള്ള ഒഴുക്കിനെ തടയും വിധം കിടക്കുകയാണ്. മഴക്കാലത്ത് KV കനാലിന്റെ കിഴക്ക് പ്രദേശങ്ങളായ തോട്ടകം, കല്ലറയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, ഉദയപുരം പഞ്ചായത്തിലെ വാഴമന, മുട്ടുങ്കൽ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതും കടുത്തുരുത്തിയുടെ പടിഞ്ഞാറൻ മേഖലകളും വരുന്ന വിസ്തൃതമായ പ്രദേശത്തെ 10,000-കണക്കിന് നെൽകർഷകരും സാധാരണ ജനങ്ങളും KV കനാൽ ഒഴുക്ക് നിലച്ചതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. വൈക്കം മൈനർ ഇറിഗേഷൻ ഓഫീസ് ഇക്കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ക്ഷണിക്കുന്നില്ലെന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായി ഇടപെട്ട് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും ചെളിയും നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികളും പ്രക്ഷോഭവും സംഘടിപ്പിക്കുമെന്നും കിസാൻ സഭ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. CPI വൈക്കം മണ്ഡലം സെക്രട്ടറി MD ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന് ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഗുരുതരമായ വെല്ലുവിളി നേരിടുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലയിലെ ജനജീവിതം അതീവ ദുരിതപൂർണമായിരിക്കുന്നു. മുണ്ടാർ മേഖലയെല്ലാം നമ്മൾ സന്ദർശിക്കേണ്ടതാണ്. കാർഷിക വൃത്തി നടത്തിയാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കാർഷിക മേഖല തകർന്നതോടെ വെള്ളം കയറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മുണ്ടാറും പരിസര പ്രദേശങ്ങളും. നമുക്കറിയാം, കുട്ടനാട് പ്രോജക്റ്റ് സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കോടാനുകോടി രൂപ മുടക്കിയാണ് കുട്ടനാടൻ പദ്ധതി നടപ്പിലാക്കിയത്. ആ കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കി കഴിയുമ്പോഴും ഇപ്പോഴുള്ള അവസ്ഥ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധിയാണ് കുട്ടനാട് നേരിടുന്നത്. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് KV പവിത്രൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K അജിത്ത് XMLA, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി P പ്രദീപ്, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി KK ചന്ദ്രബാബു, കിസാൻ സഭ വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി PR രജനി, നേതാക്കളായ MS കലേഷ്, K രമേശൻ, P സോമൻ പിള്ള, EG പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. i4 ന്യൂസ് വൈക്കം.